പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന സർ ഫിലിപ്പ് സിഡ്നിയെ കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. 1586 സ്പെയിനുമായിട്ടുണ്ടായിരുന്ന യുദ്ധത്തിൽ ബ്രിട്ടീഷ് പടയാളിയായിരുന്ന സർ ഫിലിപ്പ് സിഡ്നി കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രരേഖകളിൽ നാം വായിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് അന്ന് ആ യുദ്ധകളത്തിൽ അദ്ദേഹത്തോടൊപ്പം പോരാടിയിരുന്ന ഒരു പട്ടാളക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം കൊല്ലപ്പെടുകയല്ല, മറിച്ച് സ്വയമായി മരണത്തിന് തന്നെ വിട്ടുകൊടുക്കുകയായിരുന്നു എന്നാണ്. 1586 സ്പെയിനുമായി നടന്ന അതിഘോരമായ യുദ്ധത്തിൽ മാരകമായി മുറിവേറ്റ സർ ഫിലിപ്പ് സിഡ്നി യുദ്ധക്കളത്തിൽ രക്തം വാർന്ന് മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ഒരിറ്റ് വെള്ളം കിട്ടാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു. രക്തം വാർന്ന് ശരീരം ക്ഷീണിച്ച് നാവ് വരണ്ട് അദ്ദേഹം ഏറെ പ്രയാസത്തിലായിരുന്ന സമയം മറ്റൊരു പട്ടാളക്കാരൻ തന്റെ ഇരുമ്പ് തൊപ്പിയിൽ കുറെ വെള്ളം ശേഖരിച്ച് സർ ഫിലിപ്പ് സിഡ്നി കിടക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തി തന്റെ ആയുധങ്ങളെല്ലാം മാറ്റിവെച്ച് ഫിലിപ്പ് സിഡ്നിയെ സുരക്ഷിതമായ ഒരിടത്തേക്ക് വലിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ തൊപ്പി കൊണ്ടുവരുമ്പോൾ സർ ഫിലിപ്പ് സിഡ്നി തൊട്ടടുത്ത മറ്റൊരു പടയാളി കിടന്ന് മരണത്തോട് മല്ലടിക്കുന്നത് കാണുകയാണ്. ആർത്തിയോടെ ഈ തൊപ്പിയിലെ വെള്ളത്തിലേക്ക് നോക്കി അല്പം ആശ്വസിച്ച സർ ഫിലിപ്പ് സിഡ്നിക്ക് ആ വെള്ളം കുടിക്കാൻ സാധിച്ചില്ല. അവൻ നോക്കുമ്പോ ഇതാ മറുവശത്ത് മറ്റൊരു പടയാളി തന്റെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഒരിറ്റു വെള്ളം കിട്ടാതെ മണിക്കൂറുകളായി രക്തം വാർന്ന് ഇതാ മരണത്തിന്റെ കരാളഹസ്തങ്ങളിലേക്ക് അവൻ ചാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഉടൻ തന്നെ ആ തൊപ്പിയിൽ കിട്ടിയ വെള്ളവുമായി ഇഴഞ്ഞ് നീങ്ങി സർ ഫിലിപ്പ് സിഡ്നി അവന്റെ വായിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഫിലിപ്പ് സിഡ്നി വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോ അവനിൽ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടായി. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ അവന്റെ പ്രാണൻ അവനിലേക്ക് മടങ്ങി വരുന്നു. എന്നാൽ ഫിലിപ്പ് സിഡ്നി കുഴഞ്ഞു വീഴാൻ തുടങ്ങി. അങ്ങനെ സ്വയം മരണത്തിന്റെ അഗാധ കൂപങ്ങളിലേക്ക് സ്വയം താഴ്ന്നു കൊടുക്കുമ്പോൾ സർ ഫിലിപ്പ് സിഡ്നി ഇപ്രകാരം മന്ത്രിച്ചു എന്നാണ് ആ പടയാളി രേഖപ്പെടുത്തിയിരിക്കുന്നത്. Thy need is greater than mine. Your need is greater than mine. എന്റെ ആവശ്യത്തെക്കാൾ വലുതാണ് നിന്റെ ആവശ്യം. അതുകൊണ്ട് നിന്റെ ആവശ്യം ആദ്യം പരിഹരിക്കപ്പെടട്ടെ. ഫിലിപ്പ് സിഡ്നി തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് താഴ്ന്നു കൊടുത്തു. ഇന്ന് ചരിത്രത്തിൽ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന സർ ഫിലിപ്പ് സിഡ്നി അറിയപ്പെടുന്നത് പോരാട്ട വീര്യമുള്ള അതിശക്തനായ ഒരു വ്യക്തിത്വമായിട്ടാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിന്റെ ഏറ്റവും ദുർബലമായി പോകുന്ന നിമിഷങ്ങളിൽ പോലും സഹചരിൽ അവന്റെ വേദന തിരിച്ചറിയാൻ, അവന്റെ നൊമ്പരങ്ങളെ മനസ്സിലാക്കാൻ ഹൃദയപൂർവ്വം അവരെ സഹായിക്കാൻ സാധിക്കുന്നിടത്താണ് ജീവിതത്തിന്റെ മാഹാത്മ്യം കുടികൊള്ളുന്നത്.
സർ ഫിലിപ്പ് സിഡ്നി ഒരു പക്ഷേ തന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാമായിരുന്ന ഒരു നിമിഷം മറ്റൊരുത്തിനു വേണ്ടി തന്റെ ദാഹജലം മാറ്റിവെച്ച് അവന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് സ്വയം മരണത്തിലേക്ക് താഴ്ന്നു പോയതുപോലെ മറ്റുള്ളവരെ കൂടി അവരുടെ ആവശ്യങ്ങളിൽ നമുക്ക് സഹായിക്കാൻ സാധിച്ചാൽ, കരുതുവാൻ സാധിച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയായിരിക്കും അതെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സഹചരോട് കരുണയുള്ളവരായിരിക്കാം, ആർദ്രതയുള്ളവരായിരിക്കാം, അവരുടെ ആവശ്യങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെക്കാൾ വലുതായി കാണുവാൻ മനസ്സുള്ളവരായിരിക്കാം. അതിന് സർവേശ്വരൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനാമൃതതാമൃതരാംഗ്രിയുഗാത്മവിലാസ महितामलतारग वचनामृततामृतराङ्ग्रियुगात्मविलास